ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചില എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ, അതായത് ബോർഡ് എക്സാമിൻ്റെ ഒക്കെ ലെവല് കുറച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള കുറച്ച് PYQ എൻട്രൻസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതല്ലാതെ ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കുന്ന ലെവലിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ഈ ഒരു രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് നിങ്ങൾക്ക് അറിയാലോ, ഒരു ചെറിയ ചാപ്റ്ററാണ്, കുറച്ചൊക്കെ സിമ്പിളാണ്. ഓക്കെ, എന്നിരുന്നാൽ പോലും നമുക്ക് നല്ല ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൊരു ചാപ്റ്ററാണ് എന്ത്, ലോക്കോമോഷൻ. അപ്പോൾ നമുക്ക് ഏതായാലും ഡിസ്കസ് ചെയ്യാം. നോക്കൂ കേട്ടോ, എന്താണ് ലോക്കോമോഷൻ? ലോക്കോമോഷനിൽ നമുക്ക് എന്തൊക്കെ പറയാണ്ട് നോക്കിക്കോളൂ. ദ മാക്രോഫേജസ് ഇൻ ഹ്യൂമൻ ബോഡി എക്സിബിറ്റ്. നിങ്ങൾക്ക് അറിയാലോ മാക്രോഫേജസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, മാക്രോഫേജസ് ഇൻ ഹ്യൂമൻ ബോഡി എക്സിബിറ്റ്. മാക്രോഫേജസ് എന്താണ് എക്സിബിറ്റ് ചെയ്യാന്നാണ് ചോദിക്കുന്നത്. സില്ലിറി മൂവ്മെന്റ്, അമീബോയിഡ് മൂവ്മെന്റ്, നോ മൂവ്മെന്റ്, മൂവ്മെന്റ് വിത്ത് ദ ബ്ലഡ് ഫ്ലോ ഓൺലി. നമുക്കറിയാലോ ദർ ആർ 4 ടൈപ്സ് ഓഫ് മൂവ്മെന്റ്. മൊത്തം 4 ടൈപ്പ് മൂവ്മെന്റ് ഉണ്ട്. ഫോർ ടൈപ്സ് ഓഫ് മൂവ്മെന്റ് ഉണ്ട്. ഒന്നാമത്തെ മൂവ്മെന്റ് ആണെന്ത്, അമീബോയിഡ് മൂവ്മെന്റ്. പറയാം മക്കളെ, ഒന്നാമത്തെ മൂവ്മെന്റ് എന്താ, അമീബോയിഡ് മൂവ്മെന്റ്. എന്താ രണ്ടാമത്തെ മൂവ്മെന്റ്? രണ്ടാമത്തെ മൂവ്മെന്റ് ആണ് മക്കളെ സില്ലിറി മൂവ്മെന്റ്. പറയൂ, രണ്ടാമത്തെ മൂവ്മെന്റ് എന്താ, സില്ലിറി മൂവ്മെന്റ്. മൂന്നാമത്തെ മൂവ്മെന്റ് ആണ് മക്കളെ മസ്കുലാർ മൂവ്മെന്റ്. പറയാം മക്കളെ, മൂന്നാമത്തെ മൂവ്മെന്റ് എന്താ, മസ്കുലാർ മൂവ്മെന്റ്. നാലാമത്തെ മൂവ്മെന്റ് ആണ് മക്കളെ ഫ്ലജല്ലാർ മൂവ്മെന്റ്. പറയാം മക്കളെ, നാലാമത്തെ മൂവ്മെന്റ് എന്താ, ഫ്ലജല്ലാർ മൂവ്മെന്റ് ആണ്. അപ്പൊ 4 ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ഉണ്ട് കേട്ടോ. അമീബോയിഡ് മൂവ്മെന്റ് ഉണ്ട്, സില്ലിറി മൂവ്മെന്റ് ഉണ്ട്, മസ്കുലാർ മൂവ്മെന്റ് ഉണ്ട്, ഫ്ലജല്ലാർ മൂവ്മെന്റ് ഉണ്ട്. അതിൽ അമീബോയിഡ് മൂവ്മെന്റ് കാണിക്കുന്നത് ആരൊക്കെയാ? മാക്രോഫേജസും പിന്നെ ആരാ, ല്യൂക്കോസൈറ്റ്സുമാണ്. ഈ 2 ആൾക്കാരാണ് എന്ത് കാണിക്കുക, അമീബോയിഡ് മൂവ്മെന്റ് കാണിക്കുക. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് അമീബോയിഡ് മൂവ്മെന്റ് ആരാ, മാക്രോഫേജസ് ഏത് മൂവ്മെന്റാ കാണിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മൂവ്മെന്റാ, അമീബോയിഡ് മൂവ്മെന്റ് അല്ലേ, കറക്റ്റ് അല്ലേ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്ഷൻ എന്താ വരിക, ബി ആണ് ഓപ്ഷൻ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, നോക്കിക്കോളൂ. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ശ്രദ്ധിക്കാട്ടോ. സ്മൂത്ത് മസിൽ ഈസ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ സ്മൂത്ത് മസിൽ എന്ന് പറഞ്ഞാൽ എന്താ, സ്മൂത്ത് മസിൽ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണെന്ത്, ഇൻവോളണ്ടറി മസിൽസ് ആണ് സ്മൂത്ത് മസിൽസ്. ഓക്കെ, ഇൻവോളണ്ടറി മാത്രമല്ല നോൺ സ്ട്രേറ്റഡുമാണ് സ്മൂത്ത് മസിൽസ്. ഓക്കെ, എവിടെ കാണപ്പെടുക, ഇന്നർ ഹോളോ വിസറൽ ഓർഗൻസിലാണ് കാണപ്പെടുക, ഇന്നർ ഓർഗൻസിലാണ് കാണപ്പെടുക. ഓക്കെ, ഓപ്ഷൻ നോക്കൂ, ഫൗണ്ട് ഇൻ വാൾസ് ഓഫ് ഹാർട്ട് ഓൺലി. തെറ്റല്ലേ, ഹാർട്ടിന്റെ വാൾസിൽ കാണപ്പെടുന്നത് ഏതാ, കാർഡിയാക് മസിൽ അല്ലേ. അടുത്ത് നോക്കൂ, ഫൗണ്ട് ഇൻ ദ വാൾസ് ഓഫ് ദ ഓൾ ദ ഹോളോ ഓർഗൻസ് എക്സെപ്റ്റ് ഹാർട്ട്. ഓക്കെ, പിന്നെ അറ്റാച്ച്ഡ് ടു ദ ബോൺസ് ഓൺലി, ഫൗണ്ട് ഓൺലി ഇൻ ദ വാൾസ് ഓഫ് അലിമെന്ററി കനാൽ. അലിമെന്ററി കനാലിന്റെ വാൾസിൽ മാത്രമല്ല ബ്ലഡ് വെസൽസിലും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഹാർട്ട് അല്ലാത്ത എല്ലാ ഇന്റേണൽ വിസറൽ ഓർഗൻസിലും എന്തുണ്ട്, സ്മൂത്ത് മസിൽ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്ഷൻ എന്താ വരിക, ബി ആണ് ഓപ്ഷൻ ആയിട്ട് വരിക കേട്ടോ. ഒപ്പര മക്കളെ, ഏത് ഓപ്ഷൻ ആയിട്ട് വരിക, ബി ആണ് ഓപ്ഷൻ വരിക. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നോക്കൂ, സ്ട്രയേഷൻസ് ഇൻ ദ സ്ട്രേറ്റഡ് മസിൽസ് ആർ ഡ്യൂ ടു. സ്ട്രേറ്റഡ് മസിൽസിലെ സ്ട്രയേഷൻസ് എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതായത് നമുക്കറിയാലോ ഈ സ്ട്രേറ്റഡ് മസിൽസിലെ സ്ട്രയേഷൻസ് ഉണ്ടാവാനുള്ള റീസൺ എന്താ, ഡ്യൂ ടു ദ അറേഞ്ച്മെന്റ് ഓഫ് ആക്റ്റിൻ ആൻഡ് മയോസിൻ. ഈ ആക്റ്റിനും മയോസിനും എന്താണ് മക്കളെ, ആക്റ്റിനും മയോസിനും മയോഫൈബ്രിൽസ് ആണ്. പറയാം മക്കളെ, ആക്റ്റിനും മയോസിനും എന്താ, മയോഫൈബ്രിൽസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് പറയാണ് ആബ്സെൻസ് ഓഫ് മയോഫിലമെന്റ്സ്, പ്രസൻസ് ഓഫ് മയോഫിലമെന്റ്സ്, സ്പെഷ്യലൈസ്ഡ് അറേഞ്ച്മെന്റ് ഓഫ് മയോഫിലമെന്റ്സ്, പ്രൊജക്ഷൻ ഓഫ് മയോസിൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്ഷൻ എന്താ വരിക, സ്പെഷ്യലൈസ്ഡ് ആയിട്ട് മയോഫിലമെന്റ്സ് അറേഞ്ച് ചെയ്തുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഈ പറയുന്ന സ്ട്രയേഷൻസ് വരുന്നത് സ്ട്രേറ്റഡ് മസിൽസിൽ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. എ ബാൻഡ് ഓഫ് മയോഫൈബ്രിൽ കണ്ടെയ്ൻസ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ എ ബാൻഡ്. ഓക്കെ, എ ബാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, എ ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, അനൈസോട്രോപിക് ബാൻഡാണ്. അനൈസോട്രോപിക് ബാൻഡാ. ഓക്കെ, ഈ എ ബാൻഡിൽ അതായത് 2 ടൈപ്പ് ബാൻഡ് ഉണ്ട്, ഐ ബാൻഡും ഉണ്ട്, എ ബാൻഡും ഉണ്ട്. ഐ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഐസോട്രോപിക് ബാൻഡ് ആണ്. എ ബാൻഡോ
അനൈസോട്രോപ്പിക് ബാൻഡാ. അതിൽ നമുക്കറിയാം ഐ ബാൻഡിൽ ആര് മാത്രമേ ഉള്ളൂ? ഒള്ളി ആക്റ്റിൻ. അങ്ങനെ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഐ ബാൻഡ് കണ്ടെയ്ൻ ഒള്ളി ആക്റ്റിൻ. എന്നാൽ എ ബാൻഡിൽ അങ്ങനെയല്ല. എ ബാൻഡിൽ മെയിൻലി മയോസിൻ ആണ്, പക്ഷേ ഒള്ളി മയോസിൻ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ആക്റ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളും എവിടെ കാണപ്പെടുന്നുണ്ട്? എ ബാൻഡിൽ കാണപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ രണ്ടാളുണ്ട്, പക്ഷേ മെയിനായിട്ട് ആരാളുള്ളത്? മയോസിന. എന്ന് പറഞ്ഞാൽ നോക്കൂ, ഒള്ളി തിക് ഫിലമെന്റ്സ്. നിങ്ങൾ നോക്കൂ, ആക്റ്റിനല്ലേ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? തിൻ ഫിലമെന്റ് എന്നും. മയോസിൻ നമ്മൾ എന്തെന്നാ വിളിക്കുക? തിക് ഫിലമെന്റ് എന്നുമല്ലേ വിളിക്കുന്നത്. അപ്പോൾ ഒള്ളി തിക് ഫിലമെന്റ് എന്ന് പറഞ്ഞാൽ തെറ്റാ. ഒള്ളി തിൻ ഫിലമെന്റ്സ് എന്ന് പറഞ്ഞാലും തെറ്റാ. ബോത്ത് തിക്ക് ആൻഡ് തിൻ ഫിലമെന്റ്സ് എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കും. നോ ഫിലമെന്റ്സ് എന്ന് പറഞ്ഞാലും തെറ്റാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക മക്കളെ? സി ആണ് ഓപ്ഷൻ ആയിട്ട് വരിക കേട്ടോ. പറയാം മക്കളെ, എന്താ ഓപ്ഷൻ ആയിട്ട് വരിക? സി ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഡ്യൂറിങ് മസിൽ കൺട്രാക്ഷൻ ഇൻ ഹ്യൂമൻസ്. ഓക്കെ, മസിൽ കൺട്രാക്ഷൻ്റെ സമയത്ത് എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. ആക്റ്റിൻ ഫിലമെന്റ്സ് ഷോർട്ടൻ, സാർക്കോമിയർ ഡസ് നോട്ട് ഷോർട്ടൻ, എ ബാൻഡ് റിമെയിൻ സെയിം, എ എച്ച് ആൻഡ് ഐ ബാൻഡ് ഷോർട്ടൻ. നിങ്ങൾ നോക്കൂ, ആക്റ്റിൻ ഫിലമെന്റ്സിന് ഒന്നും സംഭവിക്കുന്നില്ല, ഷോർട്ട് ആവണമൊന്നുമില്ല. ആക്റ്റിൻ ഫിലമെന്റ്സ് ഷോർട്ട് ആവണമൊന്നുമില്ല. സാർക്കോമിയർ ഡസ് നോട്ട് ഷോർട്ടൻ, തെറ്റല്ലേ? സാർക്കോമിയർ എന്താവുണ്ട്? ചെറുതാവുണ്ട്. സാർക്കോമിയർ ഈസ് ഷോർട്ടൻഡ്. സാർക്കോമിയർ ചെറുതാവുണ്ട്. ഓക്കെ, അപ്പോഴാണ് മസിൽ എന്ത് ചെയ്യണത്? കൺട്രാക്ട് ചെയ്യണത്. അടുത്തത് എ ബാൻഡ് റിമെയിൻ സെയിം. അത് കറക്റ്റ് അല്ലേ? മസിൽ കൺട്രാക്ഷൻ്റെ സമയത്ത് എ ബാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അടുത്തതോ എ എച്ച് ആൻഡ് ഐ ബാൻഡ് ഷോർട്ടൻ. ഓക്കെ, എ ബാൻഡും എച്ച് ബാൻഡും ഐ ബാൻഡൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഷോർട്ട് ആവുന്നുണ്ട്. ഓക്കെ, എ ഷോർട്ട് ആവുന്നില്ല, പിന്നെ എച്ച് സോൺ ഷോർട്ട് ആവുന്നുണ്ട്, ഐ ബാൻഡും ഷോർട്ട് ആവുന്നുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബാൻഡ് റിമെയിൻ സെയിം എന്ന് പറഞ്ഞാൽ അതെന്താണ്? കറക്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക മക്കളെ? സി ആണ് ഓപ്ഷൻ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, എന്താ ഓപ്ഷൻ വരിക? സി ആ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? നോക്കിക്കോളൂ. വിച്ച് മസിൽ പ്രോട്ടീൻ ആക്ട് ആസ് ATPase? ഓക്കെ, ATPase എന്ന് പറയുന്ന എൻസൈം ഉള്ള മസിൽ പ്രോട്ടീൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാലോ. എന്നിട്ട് ഓപ്ഷൻ കൊടുത്തിരിക്കുക ആക്റ്റിൻ, ട്രോപ്പോണിൻ, മയോസിൻ, ട്രോപ്പോമയോസിൻ. ഓക്കെ, നമുക്കറിയാലോ മയോസിനെ നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, ഓക്കെ, മയോസിൻ അല്ല മീറോമയോസിനാണ് നമ്മൾ വരയ്ക്കുക. മീറോമയോസിൻ എന്ന് പറഞ്ഞാൽ മയോസിൻ്റെ എന്താണ്? മോണോമറാണ്. മോണോമർ ഓഫ് മയോസിൻ ആണെന്ത്? മീറോമയോസിൻ. മോണോമർ ഓഫ് മയോസിൻ ആണ് മീറോമയോസിൻ. ഈ മയോസിൻ്റെ ഹെഡിൽ 2 ബൈൻഡിങ് സൈറ്റുകളുണ്ട്. മയോസിൻ്റെ ഹെഡിൽ ഏതൊക്കെ 2 ബൈൻഡിങ് സൈറ്റ്? ഒന്ന് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് ആണ്, ആക്റ്റിനോട് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ്. രണ്ടാമത്തത് ആക്റ്റിനോട് ബൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനർജി വേണം എന്ന് പറഞ്ഞാൽ എന്താ? ATP ബൈൻഡിങ് സൈറ്റ് ആണ് രണ്ടാമത്തത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതൊരു എൻസൈമാണ്. ഏതാ എൻസൈം? ATPase എന്ന് പറയുന്ന എൻസൈമാണ്. ഓക്കെ, ATP ബൈൻഡിങ് സൈറ്റ് ആണ് രണ്ടാമത്തത്. എന്ന് പറഞ്ഞാൽ ATPase എന്ന് പറയുന്ന എൻസൈമാണ് എന്ത്? ATP ബൈൻഡിങ് സൈറ്റ് ഉള്ളത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അപ്പോൾ ATPase എന്ന് പറയുന്ന മസിൽ പ്രോട്ടീൻ, അതായത് ATPase ഉള്ളത് ഏത് മസിൽ പ്രോട്ടീനിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ഏതിലുള്ളത്? മയോസിനിലാണ് കേട്ടോ മക്കളെ. ഏതിലുള്ളത്? മയോസിൻ. ഓക്കെ, അടുത്ത നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ സ്റ്റോർ ഹൗസ് ഓഫ് കാൽഷ്യം ഇൻ മസിൽസ്? ഓക്കെ, മസിൽസിലെ കാൽഷ്യത്തിൻ്റെ സ്റ്റോർ ഹൗസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാലോ, അതായത് മസിൽസിൽ കാൽഷ്യം സ്റ്റോർ ചെയ്തൊക്കെ എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷനിൽ സാർക്കോസോം ഉണ്ട്, സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് ഉണ്ട്, സാർക്കോമിയർ ഉണ്ട്. ഓക്കെ, നമുക്കറിയാലോ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ് എന്ത്? സ്റ്റോർ ഹൗസ് ഓഫ് കാൽഷ്യം അയോൺസ്. ഓക്കെ, അതായത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സാധാരണ ഒരു സെല്ലിൽ ഇറ്റ് ഈസ് ഇക്വാലന്റ് ടു, ഓക്കെ, എന്തിന് ഇക്വാലന്റ് ആണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് ഇക്വാലന്റ് ആണ്. അതായത് സാധാരണ ഒരു സെല്ലിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉള്ള സ്ഥലത്ത് മസിൽ സെല്ലിൽ ആരാളുള്ളത്? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലാണ്. ഓക്കെ, അപ്പോൾ അത് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് ഇക്വാലന്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതാണ് അവിടെ പഠിക്കാനുള്ളത്. അടുത്ത നോക്കൂ. ഡ്യൂറിങ് ഫറ്റീഗ്. ഓക്കെ, എന്താ ഫറ്റീഗ്? നമുക്കറിയാലോ മസിൽ ഫറ്റീഗ് നമ്മൾ പഠിച്ചിരിക്കണം. മസിൽ ഫറ്റീഗ്, റിപ്പീറ്റഡ് ആക്ടിവേഷൻ ഓഫ് മസിൽസ്. ഓക്കെ, റിപ്പീറ്റഡ് ആക്ടിവേഷൻ ഓഫ് മസിൽസ് ആണ്. മസിൽസ് റിപ്പീറ്റഡ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, മസിൽസ് കനോട്ട് റിലാക്സ്, മസിൽസ് ഫെയിൽസ് ടു ബി സ്റ്റിമുലേറ്റഡ്, ബ്ലഡ് സപ്ലൈ ടു മസിൽസ് സ്റ്റോപ്സ്, നെർവ് സപ്ലൈ ടു മസിൽസ് ബിക്കം ഇനാക്റ്റീവ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് അറിയാലോ മസിൽ ഫറ്റീഗ് വരുന്ന സമയത്ത്, ഓക്കെ, മസിൽ ഫറ്റീഗ് എന്ന് പറഞ്ഞാൽ അതിയായ ക്ഷീണമാണ്. ഓക്കെ, അപ്പോൾ അത് വരാനുള്ള റീസൺ എന്താ? ഡ്യൂ ടു ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ.
ഓക്കെ, വെറും ബ്രേക്ക് ഡൗൺ അല്ല, അനേറോബിക് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ. ഓക്കെ, അനേറോബിക് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ ആണ്. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും? അക്യുമുലേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് ഉണ്ടാവും. ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടി നിൽക്കാൻ തുടങ്ങും. അക്യുമുലേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ്. അങ്ങനെ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടി നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരിക. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് മസിൽസിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റൂല? റിലാക്സ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ് എന്ത്? മസിൽ ഫറ്റീഗ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ മസിൽസ് കനോട്ട് റിലാക്സ്. മസിൽസിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? റിലാക്സ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക മക്കളെ? അതിൻ്റെ ഓപ്ഷൻ വരിക എ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കുക. ഇൻ മാമൽസ് ദ ലോവർ ജോ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. നിങ്ങൾക്ക് അറിയാലോ ജോ ബോൺ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മളെ താടിയലിലാണ്. ഓക്കെ, അപ്പോൾ അപ്പർ ജോനെ നമ്മൾ ശരിക്കും കേൾക്കണേ, അപ്പർ ജോനെ മാൻഡിബിൾ എന്ന് വിളിക്കും. പറയാം മക്കളെ, എന്താ വിളിക്കുക? മാൻഡിബിൾ. ഓക്കെ, ലോവർ ജോനെയോ? ലോവർ ജോനെ നമ്മൾ മാക്സില്ല എന്ന് വിളിക്കും. പറയാം മക്കളെ, എന്താ വിളിക്കുക? മാക്സില്ല. അപ്പർ ജോനെ മാൻഡിബിൾ എന്നും ലോവർ ജോനെ എന്തെന്ന് വിളിക്കും? മാക്സില്ല എന്നും വിളിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ലോവർ ജോ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. ലോവർ ജോ എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയണം എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? മാക്സില്ല കൊണ്ടാണ് കേട്ടോ. ഓക്കെ, എന്താണ് മക്കളെ ഓപ്ഷൻ വരിക? എ ആണ് ഓപ്ഷൻ ആയിട്ട് വരിക, മാക്സില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കൂ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സിംഗിൾ യു ഷേപ്പ്ഡ് ബോൺ? നിങ്ങൾ നോക്കൂ, യൂട്ട പോലത്തെ ബോണ് പ്രസന്റ് അറ്റ് ദ ബേസ് ഓഫ് ബക്കൽ ക്യാവിറ്റി. ബക്കൽ ക്യാവിറ്റിന്റെ അടിയിലാണ് കാണപ്പെടുക. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ സ്കൾ. അതും എവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? സ്കളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്കളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബക്കൽ ക്യാവിറ്റിന്റെ അടിയിൽ കാണപ്പെടുന്ന യു ഷേപ്പ്ഡ് ബോണിന് എന്താ വിളിക്കുക എന്നാണ് ചോദിക്കുന്നത്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലോ. നമുക്കറിയാം ആ ബോണിന്റെ പേരാണെന്ത്? ഹയോയിഡ് ബോൺ. ഒരൊറ്റ ഹയോയിഡ് ബോൺ ആണുള്ളത് പ്രസന്റ് അറ്റ് ദ ബേസ് ഓഫ് ബക്കൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്ഷൻ എന്താ വരിക? എ ആണ് വരിക കേട്ടോ മക്കളെ. എന്താ ഓപ്ഷൻ വരിക? എ ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്? ട്രോപ്പോണിൻ. ഓക്കെ, ട്രോപ്പോണിന്റെ പ്രത്യേകത എന്താ? പ്രൊഡ്യൂസസ് സ്ലൈഡിംഗ് മൂവ്മെന്റ് ഓഫ് മൈക്രോട്യൂബ്യൂൾസ്, കണ്ടെയ്ൻസ് ഗ്ലോബുലാർ ഹെഡ്, ബൈൻഡിങ് ടു CA2+, പ്രൊഡ്യൂസസ് സ്കെലിറ്റൽ മസിൽ കൺട്രാക്ഷൻ, കവേഴ്സ് ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ആക്റ്റിൻ. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ ഈ ട്രോപ്പോണിൻ ഉണ്ടല്ലോ, ട്രോപ്പോണിൻ ആണ് മസിൽ കൺട്രാക്ഷൻ സമയത്ത് ട്രോപ്പോണിൻ ബൈൻഡ് വിത്ത് CA2+. ട്രോപ്പോണിൻ ആണ് ശരിക്കും ട്രോപ്പോണിന്റെ ഫംഗ്ഷൻ നമുക്കറിയാം. ഓക്കെ, ട്രോപ്പോണിൻ മാസ്ക് ദ ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റ് ഫോർ മയോസിൻ. ട്രോപ്പോണിൻ തടയും എന്തിന്? ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റ് ഫോർ മയോസിൻ. മയോസിന്റെ ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റ് തടയുന്ന ആളാണ് ആര്? ട്രോപ്പോണിൻ. അപ്പോൾ ആ ട്രോപ്പോണിൻ എന്താ ചെയ്യാന്നോ? ട്രോപ്പോണിൻ ബൈൻഡ് ടു CA2+ ആൻഡ് പ്രൊഡ്യൂസസ്. എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? ആൻഡ് പ്രൊഡ്യൂസസ് സ്കെലിറ്റൽ മസിൽ കൺട്രാക്ഷൻ. എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? സ്കെലിറ്റൽ മസിൽസിന്റെ കൺട്രാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ട്രോപ്പോണിൻ CA2+നോട് ബൈൻഡ് ചെയ്തിട്ട് സ്കെലിറ്റൽ മസിൽസിന്റെ കൺട്രാക്ഷൻ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ട്രോപ്പോണിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്ഷൻ എന്താ വരിക മക്കളെ? സി ആണ് ഓപ്ഷൻ ആയിട്ട് വരിക കേട്ടോ. എന്താ ഓപ്ഷൻ വരിക? സി ആണ്. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്? അനൈസോട്രോപിക് ബാൻഡ് ഈസ്. അനൈസോട്രോപിക് ബാൻഡ് നമുക്കറിയാലോ എ ബാൻഡ് ആണ്. എ ബാൻഡിൽ മെയിൻ ആയിട്ട് ആരാളുള്ളത്? മെയിൻലി മയോസിൻ ആണ്. മയോസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്ക് ഫിലമെന്റ് അല്ലേ? ഓക്കെ, തിക്ക് ഫിലമെന്റ് വരുന്ന സമയത്ത് അതെന്തായിരിക്കും? ഡാർക്കും ആയിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്ക് ആൻഡ് ഡാർക്ക്, തിക്ക് ആൻഡ് ലൈറ്റ്, തിൻ ആൻഡ് ഡാർക്ക്, തിൻ ആൻഡ് ലൈറ്റ്, ഈ 4 ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പറയണ അനൈസോട്രോപിക് ബാൻഡ് എ ബാൻഡിൽ മെയിൻ ആയിട്ടുള്ളത് മയോസിൻ ആണ്. അപ്പോൾ മയോസിൻ എന്ന് പറഞ്ഞാൽ തിക്ക് ഫിലമെന്റ് ആണ്. സ്വാഭാവികമായിട്ടും അതെന്തായിരിക്കും? ഡാർക്ക് ആയിരിക്കും. അപ്പോൾ അതിന്റെ ഓപ്ഷൻ എന്താ വരിക? തിക്ക് ആൻഡ് ഡാർക്ക്. ഓപ്ഷൻ വരിക എ ആണ് കേട്ടോ. ഓപ്ഷൻ എന്താ വരിക മക്കളെ? എ ആണ് ഓപ്ഷൻ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? വിച്ച് സെറ്റ് ക്ലിയർലി ഐഡന്റിഫൈ സ്ട്രേറ്റഡ് മസിൽസ്. സ്ട്രേറ്റഡ് മസിൽസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സ്കെലിറ്റൽ മസിൽസിനെ കുറിച്ചാണ്.
സ്കെലിറ്റൽ മസിൽസിനെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സിലിണ്ട്രിക്കൽ കറക്റ്റ് അല്ലേ? ഓക്കെ, ഇവിടെ കൊടുത്തിന് ഓപ്ഷൻ ബിയിൽ കൊടുത്തിന് സ്പിൻഡിലാ. സ്പിൻഡിൽ ഷേപ്പ്ഡ് അല്ല, സ്പിൻഡിൽ ഷേപ്പ്ഡ് സ്മൂത്ത് മസിലാ. അടുത്ത വീണ്ടും സിലിണ്ട്രിക്കൽ. സിലിണ്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ ബി അല്ല, എയോ സിയോ ഡിയോ ആണ്. അടുത്ത കൊടുത്തിരിക്കുന്നത് സിൻസീഷ്യൽ സ്ട്രൈപ്പ്ഡ്. സ്ട്രൈപ്പ്ഡ് അതെല്ലാം കറക്റ്റ് ആണ്. സ്ട്രൈപ്പ്ഡ് ആണ്, രണ്ടും സ്ട്രൈപ്പ്ഡ് ആണ്. സ്ട്രൈറ്റഡ് എന്ന് പറഞ്ഞാൽ തന്നെ സ്ട്രൈപ്പ്ഡ് ആണ്. സിൻസീഷ്യൽ അതെന്താ മനസ്സിലായില്ലേ? സിൻസീഷ്യം. സിൻസീഷ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സിൻസീഷ്യം ഓക്കെ എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ ന്യൂക്ലിയൈ ഈസ് പ്രസൻറ്റ്. മോർ ദാൻ വൺ ന്യൂക്ലിയസ് ഈസ് പ്രസൻറ്റ്. സിൻസീഷ്യൽ ആണ്. അടുത്തതോ അൺബ്രാഞ്ച്ഡ് ആണ്. ഓക്കെ, അൺബ്രാഞ്ച്ഡ്, ന്യൂക്ലിയേറ്റഡ്, ബ്രാഞ്ച്ഡ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്കറിയാലോ ഈ പറയുന്ന സ്കെലിറ്റൽ മസിൽ എന്താ? അൺബ്രാഞ്ച്ഡ് ആണ്. ഓക്കെ, സ്കെലിറ്റൽ മസിൽ അൺബ്രാഞ്ച്ഡ് ആണ്. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? സ്കെലിറ്റൽ മസിൽസുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാ? എ ആണ്. സിലിണ്ട്രിക്കൽ ആണ്, സിൻസീഷ്യൽ ആണ്, അൺബ്രാഞ്ച്ഡ് ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. സ്ട്രേറ്റഡ് മസിൽ ഫൈബേഴ്സ് ആർ ഫൗണ്ട് ഇൻ. സ്ട്രേറ്റഡ് മസിൽ ഫൈബർ എവിടെയാണ് കാണപ്പെടുക എന്നാണ് ചോദിക്കുന്നത്. സ്ട്രേറ്റഡ് യൂറിനറി ബ്ലാഡർ, ലങ്സ്, ഗാൾ ബ്ലാഡർ. ഇത് മൂന്നും ഇൻവോളണ്ടറി ഓർഗൻസ് അല്ലേ? ഇൻവോളണ്ടറി ഓർഗൻസ് ആണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഏത് മസിലേ ഉണ്ടാവുള്ളൂ? അവിടെ സ്മൂത്ത് മസിൽ ആയിരിക്കും ഉണ്ടാവുക. അടുത്തെന്താ? ലെഗ് മസിൽ. ലെഗ് മസിൽസ് വോളണ്ടറി ആണ്, അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും? സ്കെലിറ്റൽ മസിൽ ആയിരിക്കും കാണപ്പെടുക. അതുകൊണ്ട് തന്നെ സ്ട്രേറ്റഡ് മസിൽ ഫൈബേഴ്സ് എവിടെയുള്ളത്? ലെഗ് മസിൽസിലാണ് കേട്ടോ. അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? ഡി ആണ് കേട്ടോ ഓപ്ഷൻ ആയിട്ട് വരിക. എന്താ ഓപ്ഷൻ വരിക? ഡി ആണ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എന്താ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്? നോക്കിക്കോളൂ. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. നോക്കിക്കോളൂ. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് എ ടു ഡി ആൻഡ് സെലക്ട് ദ വൺ ദാറ്റ് ഓപ്ഷൻ ദാറ്റ് കണ്ടെയ്ൻസ് ബോത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്ന ഒരു ഓപ്ഷൻ. അടുത്തത് ഫസ്റ്റ് വൺ, സെഡ് ലൈൻ ഈസ് പ്രസന്റ് ഇൻ ദ സെന്റർ ഓഫ് ലൈറ്റ് ബാൻഡ്. അത് ശരിയല്ല മക്കളെ. ഓക്കെ, ലൈറ്റ് ബാൻഡിന്റെ നടുവിലാണ് എന്തുണ്ടാവുക? സെഡ് ലൈൻ ഉണ്ടാവുക. അത് കറക്റ്റാ. ഓക്കെ, അടുത്തതോ തിൻ ഫിലമെന്റ്സ് ആർ ഫേംലി അറ്റാച്ച്ഡ് ടു ദ എം ലൈൻ. ഓക്കെ, അത് തെറ്റല്ലേ? എം ലൈനുമായി ബന്ധപ്പെട്ട് വരുന്ന ഫിലമെന്റ്സ് ഏതല്ല? തിന്നല്ല, അവരേതാണ്? തിക്കാണ്. എന്ന് പറഞ്ഞാൽ എ കറക്റ്റ് ആണ്. നമ്മളോട് ചോദിക്കണം എന്താ? കറക്റ്റ് ഓപ്ഷൻസ് ആണ്. സി നോക്കൂ. ദ സെൻട്രൽ പാർട്ട് ഓഫ് തിക് ഫിലമെന്റ്സ് നോട്ട് ഓവർലാപ്ഡ് ബൈ തിൻ ഫിലമെന്റ്സ് ഈസ് കോൾഡ് സെഡ് ബാൻഡ്. അത് തെറ്റല്ലേ? അതിന് നമ്മൾ എന്താ വിളിക്കുക? എച്ച് സോൺ എന്നല്ലേ വിളിച്ചിരുന്നത്? ഓക്കെ, തിക് ഫിലമെന്റ്സിന്റെ സെൻട്രൽ പാർട്ട് നോട്ട് ഓവർലാപ്ഡ് ബൈ തിൻ ഫിലമെന്റ്സ്. നാലാമത്തതോ ലൈറ്റ് ബാൻഡ് കണ്ടെയ്ൻ ഒൺലി തിൻ ഫിലമെന്റ്സ് അഥവാ ഒൺലി ആക്റ്റിൻ. അത് ശരിയല്ലേ? ലൈറ്റ് ബാൻഡ്സിൽ എന്ത് മാത്രമേ ഉള്ളൂ? ആക്റ്റിൻ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എയും ഡിയും കറക്റ്റ് ആണ്. എയും ഡിയും കറക്റ്റ് ആണെന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ എന്താ വരിക? എ ആണ് മക്കളെ വരിക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. എന്താ അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്. ഇൻകറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഓൾ മൂവ്മെന്റ്സ് ലീഡ് ടു ലോക്കമോഷൻ. ഓക്കെ, അത് തെറ്റല്ലേ? ഓൾ മൂവ്മെന്റ്സ് ലോക്കമോഷൻ അല്ല. എല്ലാ മൂവ്മെന്റും ലോക്കമോഷൻ അല്ല, പക്ഷെ എല്ലാ ലോക്കമോഷൻ എന്താണ്? മൂവ്മെന്റ് ആണ്. നമ്മൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചിട്ടുണ്ട്. ഓൾ മൂവ്മെന്റ്സ് ആർ നോട്ട് ലോക്കമോഷൻ ബട്ട് ഓൾ ലോക്കമോഷൻസ് ആർ മൂവ്മെന്റ്സ്. ഓക്കെ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. പിന്നെ സില്ലറി മൂവ്മെന്റ് ഹെൽപ്പ് ഇൻ പാസേജ് ഓഫ് ഓവ ത്രൂ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. അത് ശരിയല്ലേ? സില്ലറി മൂവ്മെന്റ് വഴിയാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലൂടെ ഓവം പാസ് ചെയ്ത് പോകുന്നത്. അടുത്തതോ മൈക്രോ ഫിലമെന്റ്സ് ആർ ഇൻവോൾവ് ഇൻ അമീബോയ്ഡ് മൂവ്മെന്റ്. മൈക്രോ ഫിലമെന്റ്സ് ഏത് മൂവ്മെന്റിലുള്ളത്? അമീബോയ്ഡ് മൂവ്മെന്റിലാണ്. അടുത്തതോ ഇൻ പാരമീഷ്യം ദ സീലിയ ഹെൽപ്പ് ഇൻ മൂവ്മെന്റ് ഓഫ് ഫുഡ് ത്രൂ സൈറ്റോഫാരിങ്സ് ആൻഡ് ഇൻ ലോക്കോമോഷൻ ആസ് വെൽ. പാരമീഷ്യത്തിന്റെ കേസിൽ സീലിയ എന്തിനു സഹായിക്കും? സൈറ്റോഫാരിങ്സിലൂടെ ഫുഡ് മൂവ് ചെയ്യാനും ലോക്കോമോഷനും സഹായിക്കും. എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും കറക്റ്റ് ആണ്. ഓപ്ഷൻ എ മാത്രമാണ് ഇൻകറക്റ്റ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഓപ്ഷൻ എന്താ വരിക? എ ആണ് കേട്ടോ ഓപ്ഷൻ ആയിട്ട് വരിക. ഓക്കെ, എ ആണ് ഓപ്ഷൻ ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ഐഡന്റിഫൈ ദ ജോയിന്റ് ബിറ്റ്വീൻ സ്റ്റേർണം ആൻഡ് റിബ്സ് ഇൻ ഹ്യൂമൻസ്. ഓക്കെ, ഓപ്ഷൻ ഫൈബ്രസ് ജോയിന്റ്, കാർട്ടിലേജിനസ് ജോയിന്റ്, ഗ്ലൈഡിംഗ് ജോയിന്റ്, ആംഗുലാർ ജോയിന്റ്. നിങ്ങൾ നോക്കൂ, ജോയിന്റുകൾ 3 ടൈപ്പ് ഇല്ലേ? ഏതൊക്കെ 3 ടൈപ്പ് ജോയിന്റ്? ഒന്നിന്റെ പേരാണെന്ത്? ഫൈബ്രസ് ജോയിന്റ്. ഓക്കെ, പിന്നെ രണ്ടാമത്തതോ കാർട്ടിലേജിനസ് ജോയിന്റ്. മൂന്നാമത്തതോ
സൈനോവിയൽ ജോയിന്റ്. അപ്പോൾ 3 ടൈപ്പ് ജോയിന്റ് ഉണ്ട് കേട്ടോ. ഏതൊക്കെ 3 ടൈപ്പ് ജോയിന്റ്? ഫൈബ്രസ് ജോയിന്റ് ഉണ്ട്, കാർട്ടിലേജിനസ് ജോയിന്റ് ഉണ്ട്, സൈനോവിയൽ ജോയിന്റ് ഉണ്ട്. അതിൽ നമുക്കറിയാം ഫൈബ്രസ് ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്മൂവബിൾ ജോയിന്റ് ആണ്. പറയാം മക്കളെ, ഫൈബ്രസ് ജോയിന്റ് എന്താ? ഇമ്മൂവബിൾ ജോയിന്റ് ആണ്. എന്നാൽ കാർട്ടിലേജിനസ് ജോയിന്റോ സ്ലൈറ്റ്ലി മൂവബിൾ ജോയിന്റ് ആണ്, കുറച്ചൊക്കെ മൂവ് ചെയ്യാൻ പറ്റുന്ന ജോയിന്റ് ആണ്. എന്നാൽ സൈനോവിയൽ ജോയിന്റോ ഫ്രീലി മൂവബിൾ ജോയിന്റ് ആണെന്ത്? സൈനോവിയൽ ജോയിന്റ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് സ്റ്റേർണം റിബ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു ഭയങ്കര മൂവ്മെന്റ് ഒന്നുമല്ല, സ്ലൈറ്റ് മൂവ്മെന്റാ. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്റ്റേണത്തിൻ്റെ റിബ്സിൻ്റെ ഇടയ്ക്ക് കാണപ്പെടുന്ന മൂവ്മെന്റ് സ്ലൈറ്റ്ലി മൂവബിൾ ജോയിന്റ് ആണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും അതെന്തായിരിക്കും? ഒരു കാർട്ടിലേജിനസ് ജോയിന്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? ബി ആണ് കേട്ടോ ഓപ്ഷൻ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, നോക്കിക്കോളൂ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ പറയണത്? എ കപ്പ് ഷേപ്പ്ഡ് ക്യാവിറ്റി ഫോർ ആർട്ടിക്കുലേഷൻ ഓഫ് ഫീമർ ഹെഡ്. എന്താ ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റാ. ഓക്കെ, ഫീമറിന്റെ ഹെഡ് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, എ കപ്പ് ഷേപ്പ്ഡ് ക്യാവിറ്റി ഫോർ ആർട്ടിക്കുലേഷൻ ഓഫ് ഫീമർ ഹെഡ്. നമുക്കറിയാലോ ഫീമർ എന്ന് പറഞ്ഞാൽ എന്താ? കാലിലുള്ള ബോണല്ലേ? നമ്മുടെ ബോഡിയിലുള്ള ഏറ്റവും നീളം കൂടിയ ബോണാണെന്ത്? ഫീമർ. ആ ഫീമർ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നതിന്റെ ആർട്ടിക്കുലേഷന്റെ കപ്പ് ഷേപ്പ്ഡ് ക്യാവിറ്റിനെ എന്താണെന്നാണ് വിളിക്കുക എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതിന് നമ്മൾ വിളിക്കുന്ന പേരല്ലേ മക്കളെ? എന്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്? എന്താ നമ്മൾ അതിനെ വിളിക്കുക? അസെറ്റാബുലം. നമ്മൾ എങ്ങനെ പഠിച്ചത്? കയ്യിലാണെങ്കിൽ ഗ്ലീനോയിഡ് ക്യാവിറ്റി എന്ന് വിളിക്കും, കാലിലാണെങ്കിലോ അസെറ്റാബുലം എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്ഷൻ എന്താ വരിക? അതിന്റെ ഓപ്ഷൻ വരിക എ ആണ് കേട്ടോ. ഓക്കെ, അസെറ്റാബുലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഫംഗ്ഷൻ ഓഫ് ലോങ് ബോൺസ് ഇൻ അഡൾട്ട് മാമൽസ് ഈസ് ടു പ്രൊവൈഡ്. ഓക്കെ, നമ്മുടെ കാലിലുള്ള ലോങ് ബോൺസിന്റെ അഡൾട്ട് മാമൽസിലുള്ള ബോൺസിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. സപ്പോർട്ട് ഉള്ളി, സപ്പോർട്ട് ആൻഡ് പ്രൊഡ്യൂസ് RBCs ഉള്ളി, സപ്പോർട്ട് ആൻഡ് പ്രൊഡ്യൂസ് WBCs ഉള്ളി, സപ്പോർട്ട് ആൻഡ് പ്രൊഡ്യൂസ് RBC ആൻഡ് WBC. നിങ്ങൾക്ക് അറിയാലോ ലോങ് ബോൺസിന്റെ ഫംഗ്ഷൻ, നമ്മൾ ഒരു ഫംഗ്ഷൻ പറയുന്നത് സപ്പോർട്ടാണ്. മറ്റേത് നിങ്ങൾക്ക് അറിയാം ബോണിൽ കാണപ്പെടുന്ന ഒരു സ്ട്രക്ചർ ആണെന്ത്? ബോൺ മാരോ. പറയാം മക്കളെ, എന്താ സ്ട്രക്ചർ? ബോൺ മാരോ. ആ ബോൺ മാരോ ആണ് RBC ഉണ്ടാക്കുന്നുണ്ട്, WBC ഉണ്ടാക്കുന്നുണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ RBC മാത്രമൊന്നുമല്ല, RBC WBC പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാക്കുന്നത് ബോണിൽ കാണപ്പെടുന്ന ബോൺ മാരോയാ. ഓക്കെ, എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, RBCനെയും WBCനെയും ഉണ്ടാക്കണമുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? ഡി ആണ് വരിക കേട്ടോ. സപ്പോർട്ട് ആൻഡ് പ്രൊഡ്യൂസ് RBCs ആൻഡ് WBCs. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹയോയിഡ് ബോൺ ഈസ് ലൊക്കേറ്റഡ് at the top of the buccal cavity, at the floor of the buccal cavity, in front of the skull, behind the skull. ഓക്കെ, നമുക്കറിയാലോ ഹയോയിഡ് ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ യു ഷേപ്പ്ഡ് ബോണാണ്. ഓക്കെ, ഒരൊറ്റ ഒന്നേ ഉള്ളൂ, യു ഷേപ്പ്ഡ് ബോണാണ്, സിംഗിൾ യു ഷേപ്പ്ഡ് ബോണാണ്. അതെവിടെ കാണപ്പെടുക? അറ്റ് ദ ബേസ് ഓഫ് ബക്കൽ ക്യാവിറ്റി. ബക്കൽ ക്യാവിറ്റിന്റെ അടിയിലായിട്ടാണ് ആര് കാണപ്പെടുക? ഹയോയിഡ് ബോണിനെ കാണപ്പെടുക. അറ്റ് ദ ബേസ് ഓഫ് ബക്കൽ ക്യാവിറ്റി. അപ്പൊ നിങ്ങൾ നോക്കൂ, ബക്കൽ ക്യാവിറ്റിന്റെ ബേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്? ടോപ്പ് എന്ന് പറഞ്ഞാൽ തെറ്റി. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? അറ്റ് ദ ഫ്ലോർ ഓഫ് ബക്കൽ ക്യാവിറ്റി. ഫ്ലോർ എന്ന് പറഞ്ഞാൽ അടിയിൽ, ബേസിലാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്ഷൻ എന്താ വരിക? ബി ആണ് കേട്ടോ വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു? ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വൃത്തിക്ക് നോക്കുക. ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഓക്കെ, എന്നാൽ നീറ്റിന്റെ PYQ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ച രൂപത്തിൽ തന്നെയാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുന്ന സമയത്ത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ.